Good morning. Welcome to today's English class. So in the last class, we discussed about many important grammatical items as not only but also as well as either or etc. Hope you all understood the grammatical rules regarding this. അപ്പോൾ നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില ഗ്രാമർ പോർഷൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആസ് വെൽ ആസിൻ്റെ ഉപയോഗവും നോട്ട് ഓൺലി ബട്ട് ഓൾസോയും ഐദർ ഓറും അങ്ങനെയുള്ള ഒരുപാട് ഗ്രാമാറ്റിക്കൽ ഐറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത്ര പ്രാധാന്യമില്ലാത്ത ചില ഗ്രാമർ ആക്ടിവിറ്റികളും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെസൺ ഈ യൂണിറ്റ് അവസാനിക്കുകയാണ്. സോ സമയം കളയാതെ നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 10. Read the sentence from the story Polya. Here Polya, he said, there is the latest teach yourself Russian which is based up-to-date method. I am going to show you how to use it. Here we use going to talk about what we intend to do in the near future. We use going to when we have already decided to do something. നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗോയിങ് ടു എന്ന ഒരു ഗ്രാമാറ്റിക്കൽ വേർഡിന്റെ യൂസേജ് ആണ്. ഗോയിങ് ടു ചെയ്യാൻ പോകുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? മഴ പെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം ഏറ്റവും അടുത്ത ഫ്യൂച്ചറിൽ തന്നെ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഗോയിങ് ടു എന്ന പ്രയോഗം നമ്മൾ നടത്തുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിലെ കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. അതിൻ്റെ താഴെ ഒരു ബോക്സ് കാണാം. It's the 1st of January. How old are these people going to be on their next birthdays? കുറച്ച് കുട്ടികളുടെ പേരും അവരുടെ വയസ്സും തന്നിരിക്കുന്നു. അപ്പോൾ അടുത്ത മാസമാകുമ്പോഴേക്കും അവർക്ക് എത്ര വയസ്സാകും എന്നാണ്, ജനുവരി ആകുമ്പോഴത്തേക്കും എത്ര വയസ്സാകും എന്നാണ് നമ്മളിതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അരുൺ എന്ന് പറഞ്ഞ കുട്ടിയുടെ വയസ്സ് ഇപ്പോൾ 12 വയസ്സാണ്. അവൻ്റെ ബർത്ത്ഡേ എന്നാണ് മാർച്ച് 15 അല്ലേ? അപ്പോൾ മാർച്ച് 15 അവൻ്റെ വയസ്സ് എത്രയാവുന്നത്? 12 വയസ്സാകുന്നത്. അപ്പോൾ അരുണിൻ്റെ ഈ രണ്ട് ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് അടുത്ത പേജിൽ തന്നിട്ടുണ്ട്. നോക്കൂ. അരുൺ ഈസ് ഗോയിങ് ടു ബി 12 ഓൺ മാർച്ച് 15. അരുണിന് മാർച്ച് 15 12 വയസ്സ് ആകാൻ പോവുകയാണ് എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം വരും. അതുപോലെ നമുക്ക് അമലയുടെയും ജോയുടെയും ജമാലിന്റെയും തന്നിട്ടുണ്ട്. അപ്പൊ അമലയുടെ എങ്ങനെയാണ് എഴുതാം? അമലയ്ക്ക് 13 വയസ്സാകുന്നത് ഏത് ഡേറ്റിനാണ്? ജൂലൈ 27. ഇതുപോലെ ആ സെന്റൻസ് എങ്ങനെ എഴുതാം? അമല ഈസ് ഗോയിങ് ടു ബി 13 ഓൺ ജൂലൈ 27. അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? ശരി. അപ്പോൾ അടുത്തതായി നടക്കാൻ പോകുന്ന, നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഗോയിങ് ടു എന്ന പദം നമ്മൾ പ്രയോഗിക്കുന്നത്. ഇനി അതുപോലെ ജോയുടെയും ജമാലിന്റെയും അവർക്ക് രണ്ടുപേർക്കും സെപ്റ്റംബർ 6 15 വയസ്സാകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ജോയ് ആൻഡ് ജമാൽ ഈസ് ആണോ ഉപയോഗിക്കാം? അല്ല. ജോയ് ആൻഡ് ജമാൽ ആർ ഗോയിങ് ടു ബി 15 ഓൺ സെപ്റ്റംബർ 6. അങ്ങനെ എഴുതാം. ഇനി അടുത്തത് നിങ്ങളുടെ ബർത്ത്ഡേ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന ബർത്ത്ഡേ എത്രയാണെന്ന് ഇതുപോലെ നിങ്ങളൊരു സെന്റൻസ് ഉണ്ടാക്കി എഴുതും. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഗോയിങ് ടു ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കംപ്ലീറ്റ് ദി സെന്റൻസ് യൂസ് എ കറക്റ്റ് ഫോം ഓഫ് ഗോയിങ് ടു ആൻഡ് വെർബ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് തന്നിട്ടുള്ള വെർബിന്റെ കറക്റ്റ് ഫോം ഉപയോഗിക്കണം. ഗോയിങ് ടുവും നമ്മൾ ഉപയോഗിക്കണം. This is going to be a very busy weekend. ഈ വീക്കെൻഡ് വളരെ ബിസി ആകാനാണ് പോകുന്നത്. ഇത് നമുക്ക് മുൻകൂട്ടി അറിയാം. ഫ്യൂച്ചറിലെ കാര്യം സൂചിപ്പിക്കുന്നു. അടുത്തത്, ഓൺ ഫ്രൈഡേ മൈ ഫ്രണ്ട് ബെൻ ആൻഡ് ഐ ആർ ഗോയിങ് ടു സീ എ മൂവി അല്ലെ? ആഫ്റ്റർ ദ മൂവി വി ആർ ഗോയിങ് ടു ഈറ്റ്. അങ്ങനെ വേണം അല്ലേ? വി ആർ ഗോയിങ് ടു ഈറ്റ് ഡിന്നർ അറ്റ് അവർ ഫേവറേറ്റ് തായ് റെസ്റ്റോറൻറ്റ് അല്ലേ? അപ്പൊ രണ്ട് സ്ഥലത്തും ഗോയിങ് ടു ഉപയോഗിച്ച് നമ്മളത് എഴുതി. ഇനി താഴെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് നോക്കാം. അവിടെ 3 ടെൻസുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. താഴെ കാണുന്ന ആ ഒരു ആരിഫിന്റെ ടൂർ പ്ലാൻ. അതിന് മുമ്പ് ഫ്യൂച്ചർ ടെൻസിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ദ US പ്രസിഡന്റ് വിൽ അറൈവ് ഇൻ ഡൽഹി ടുമാറോ. ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ വിൽ എന്നുള്ള
ഓക്സിലറി വെർബ് നമ്മൾ ഏത് തരം സെന്റൻസുകളുടെ കൂടെയാണ് ഉപയോഗിക്കുക? ഫ്യൂച്ചറിനെ കാണാൻ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ആ സെന്റൻസുകളുടെ കൂടെ നമ്മൾ വിൽ ചേർക്കാറുണ്ട് അല്ലെ. ഭാവി കാലത്തെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കാറുള്ളത്. ടുമാറോ, നാളെ, ആ വാക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ സെന്റൻസ് ഫ്യൂച്ചർ ടെൻസിലാണ് ഉള്ളത്. ഹി വിൽ ടോക്ക് ഓൺ കറന്റ് ഫിനാൻഷ്യൽ ക്രൈസിസ്. അദ്ദേഹം സംസാരിക്കും, നാളത്തെ കാര്യമാണ് പറയുന്നത്. അത് വില്ല് കാണുമ്പോൾ മനസ്സിലാക്കണം ആ സെന്റൻസ് ഫ്യൂച്ചർ ടെൻസിലുള്ളതാണ്. അപ്പോൾ അതിന്റെ കൺസോളിഡേഷൻ ഇതാണ്. ഹിയർ വിൽ ഈസ് യൂസ് ടു ഡിനോട്ട് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഗോയിങ് ടു ആണെങ്കിലും വിൽ ആണെങ്കിലും ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരെണ്ണം ഒരു വേർഡാണ്, അടുത്തതൊരു ഓക്സിലിയറി വെർബാണ്. മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ആരിഫിന്റെ ഒരു ടൂർ ചാർട്ടാണ്. അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ ഒരു ട്രാവൽ നടത്തിയതിന്റെ ആരിഫിനെ നിങ്ങൾക്ക് അവിടെ കാണാം. തിരുവനന്തപുരത്ത്, അവിടെ എവിടെയായിരുന്നു? 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു അല്ലെ. കൊച്ചിയിൽ എവിടെയായിരുന്നു? യെസ്റ്റർഡേ, ഇന്നലെ. മലമ്പുഴ ഡാം, പാലക്കാട്, ഇപ്പൊ പാലക്കാടാണുള്ളത്. ആഫ്റ്റർ 1 hour, 1 മണിക്കൂർ കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിലെത്തും. നാളെ കോവയിലെത്തും. 3 ദിവസത്തിന് ശേഷം ചെന്നൈയിലെത്തും. 2 ആഴ്ചകൾക്ക് ശേഷം ഹൈദരാബാദിലെത്തും. അപ്പോൾ കുറച്ച് ദിവസം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 1 മണിക്കൂറിനുള്ളിലും 1 ആഴ്ചക്കുള്ളിലും 3 ദിവസത്തിനുള്ളിലൊക്കെ നടക്കാൻ പോകുന്ന കാര്യവും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ടെൻസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഉപയോഗിച്ചാണ് നമ്മൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വളരെ എളുപ്പമുള്ളൊരു ആക്ടിവിറ്റിയാണ്. അവിടെ കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ഹി വാസ്, ഹി ഈസ് ഓർ ഹി വിൽ ബി. ഹി വാസ് എപ്പോഴാണ് ഉപയോഗിക്കുക? വാസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ, പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കാൻ വാസ് ഉപയോഗിക്കുന്നു. ഈസോ പ്രസന്റിൽ ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ ഈസ് നമുക്ക് ഉപയോഗിക്കാം. വില്ല് എപ്പോൾ നമ്മൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു? വരാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ വില്ലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ആ സെന്റൻസുകൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? യെസ്റ്റർഡേ, ഇന്നലെ, ഇന്നലെ സംഭവിച്ച കാര്യം, അത് ഏത് ടെൻസിൽ നമ്മൾ എഴുതണം? പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത് അല്ലെ. യെസ്റ്റർഡേ ഹി വാസ് ഇൻ കൊച്ചിൻ, ഇന്നലെ, അതുകൊണ്ട് നമ്മൾ വാസ് ഉപയോഗിച്ചു. അടുത്തത് അറ്റ് ദ മൊമെന്റ്, ഈ നിമിഷത്തിൽ, ഇപ്പോൾ, പ്രസന്റിൽ സംഭവിക്കുന്നത്, ഈസ് ഉപയോഗിക്കണം അല്ലെ. അപ്പൊ ഹി ഈസ് ഇൻ പാലക്കാട് എന്ന് നമ്മൾ എഴുതണം. ആഫ്റ്റർ 1 hour, 1 മണിക്കൂറിന് ശേഷത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പൊ ഫ്യൂച്ചറിലെ കാര്യമാണ്. അപ്പൊ എന്ത് നമ്മൾ ചേർക്കണം? ഹി വിൽ ബി, 1 മണിക്കൂറിന് ശേഷം എവിടെ എത്താം? ഹി വിൽ ബി ഇൻ മലമ്പുഴ ഡാം. അത് നമുക്ക് അപ്പുറത്തെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് പൂരിപ്പിക്കാൻ സാധിക്കും. ടുമാറോ, നാളെ എവിടെ എത്തും? നാളെ കോവയിലെത്തും. അപ്പൊ ഏത് ടെൻസ് ഉപയോഗിക്കണം? നാളത്തെ കാര്യമാണ്, ഫ്യൂച്ചർ ആണ്. ഹി വിൽ ബി ഇൻ കോവൈ. ആഫ്റ്റർ 3 days, 3 ദിവസം കഴിഞ്ഞിട്ട് എവിടെ എത്തുക? ചെന്നൈയിലെത്തും. അപ്പോ ആഫ്റ്റർ 3 days ഹി വിൽ ബി ഇൻ ചെന്നൈ. 2 days ago, 2 ദിവസം മുമ്പത്തെ കാര്യം ചോദിക്കുന്നത് പാസ്റ്റിലാണ് പറയേണ്ടത്. 2 ദിവസം മുമ്പ് എവിടെയായിരുന്നു? ട്രിവാൻഡ്രത്തായിരുന്നു അല്ലെ. ഹി വാസ് ഇൻ ട്രിവാൻഡ്രം. ആഫ്റ്റർ 2 weeks, 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യം ചോദിക്കുന്നു. ഹി വിൽ ബി ഇൻ ഹൈദരാബാദ്. മനസ്സിലായോ? 3 ടെൻസുകൾ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ശരി, ഒരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. താഴെ ഒരുപാട് വെർബുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആൻസർ, ക്യാരി, ഹാവ്, പോസ്റ്റ്, ഷട്ട് ഓർ എനി വേർഡ് ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർബുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. താഴെ ഒരു 3-4 സെന്റൻസുകൾ കറക്റ്റ് ആക്ഷൻ വേർഡുകൾ ഉപയോഗിച്ച് ഫിൽ ചെയ്യണം. ദ ഫോൺ ഈസ് റിംഗിങ്, യു ആർ ദ പേഴ്സൺ ക്ലോസ് ടു ഇറ്റ്. നിങ്ങളാണ്, ഫോൺ അടിക്കുന്നു, നിങ്ങളാണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ഐ വിൽ ആൻസർ ഇറ്റ്. ഞാനതിന് മറുപടി പറയും. അതിനല്ലേ നമ്മൾ ചെയ്യാം. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുക എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ്. The choice on the menu is fish and chicken. You hate chicken. Sorry, fish. അപ്പോൾ നിങ്ങളുടെ മെനുവിൽ ഫിഷും ചിക്കനും ആണ് ഓപ്ഷൻ ഉള്ളത്. നിങ്ങൾക്ക് ഫിഷ് ഇഷ്ടമല്ല, നിങ്ങൾ എന്ത് ചെയ്യും? ഐ വിൽ ബി ഹാവിങ് അല്ലെങ്കിൽ ഐ വിൽ ഹാവ് ചിക്കൻ. ഞാൻ തീർച്ചയായിട്ടും ചിക്കൻ കഴിക്കും. ഹാവ് എന്ന വെർബ് ഉപയോഗിച്ചു. അതിന്റെ കൂടെ ഫ്യൂച്ചർ ആക്കാൻ വേണ്ടി വില്ലും യൂസ് ചെയ്തു. You are meeting a friend at the railway station. He has 2 suitcases. There is a big bag too. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ട്. നിങ്ങൾ തൊട്ടടുത്തുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും?
I will carry one for him. അവന് വേണ്ടി നമ്മൾ ഒരെണ്ണം ചുമക്കില്ലേ? അത് നമ്മൾ ചെയ്യും. Your friend wants to post a letter he has written. You are going to school. Pass the post office. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യണമായിരുന്നു. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് പോസ്റ്റ് ഓഫീസ്. നിങ്ങൾ എന്ത് ചെയ്യും? I will post the letter for him. അവിടെ എല്ലാം നമ്മൾ ഫ്യൂച്ചർ ആയിട്ടുള്ള ബില്ലാണ് നമ്മൾ യൂസ് ചെയ്തത്. Hope you all understood this particular unit. They read the passages correctly. So we can move to our next unit. Unit number 4, Rhythms of Life. So open your textbook. There you can see a beautiful picture. Can you see this picture on your textbook? What do you think about this picture? What all things you can understand by analyzing this picture? ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇത് എന്തിൻ്റെ ചിത്രമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെറിയ കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇതൊരു എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആണ് അല്ലേ. നിങ്ങൾക്ക് ഡാൻസ് കാണാം അല്ലേ, ഡാൻസ് കാണാം, മ്യൂസിക് കാണാം, റിലീജിയൻ കാണാം, ഫെസ്റ്റിവൽ കാണാം, വേസ് ഓഫ് ലൈഫ്, അതായത് ഒരുപാട് പേരുടെ ജീവിത മാർഗങ്ങൾ നമുക്ക് കാണാം അല്ലേ. അതിൽ കൊയ്ത്ത് നടത്തുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തെങ്ങ് കയറുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു ജീവിത മാർഗങ്ങളാണ് അല്ലേ. പിന്നെ കൊയ്ത്തൊരു ഉത്സവമാണ്, അതൊരു ഫെസ്റ്റിവലും കൂടിയാണ്. ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് മ്യൂസിക്കും ഡാൻസും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. ഒരുപാട് പേര് ഡോലക്ക് വായിക്കുന്നതും അല്ലെങ്കിൽ മ്യൂസിക് ഡാൻസ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണും. അവിടെ കന്നുകളെ കൂട്ടുന്നതും മത്സ്യക്കച്ചവടം നടത്തുന്നതും, അതായത് ഒരുപാട് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണത്, നമ്മൾ ജീവിക്കുന്ന സമൂഹം അല്ലേ. അതായത് അത് തന്നെയാണ് നമ്മുടെ റിതംസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ താളം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ താളം നമ്മുടേത് മാത്രമല്ല, നമ്മളൊരു സമൂഹ ജീവിയാണ്. ഒരുപാട് മനുഷ്യരോട് ഇടപഴകിയും അവരോട് സഹകരിച്ചും വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചറുണ്ട്, അല്ലെങ്കിൽ ഒരു സംസ്കാരമുണ്ട്. അത് മനസ്സിലാക്കി അതിനോട് ഇണങ്ങി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനും ഒരു താളം വരുന്നത് അല്ലേ. കേരളത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാണിച്ചിരുന്ന ചിത്രങ്ങളെല്ലാം കേരളത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് പറയാം. ഈ തെങ്ങ് കയറ്റവും അല്ലെങ്കിൽ കൊയ്ത്തുത്സവങ്ങളും കാളപൂട്ടലും, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് മതപരമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് അല്ലേ. ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ സമൂഹം. ആ സമൂഹത്തിലെ ഒരു ജീവിയായ നമ്മളെ ഒരു ഇൻഡിവിജ്വലിൻ്റെ താളം എന്ന് പറയുന്നത് ഒരു ടോട്ടാലിറ്റി, ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ്. ടീച്ചർ പറഞ്ഞപ്പോൾ കുറച്ചു പേർക്ക് അതിന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു ചിത്രമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ മതപരമായിട്ടുള്ള ഒരുപാട് കഥകൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത, പരസ്പരം മനുഷ്യൻ സഹകരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം യൂണിറ്റിൻ്റെ പേര് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ യൂണിറ്റിലേക്ക് പോകാറുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിക്ചറും ഈ യൂണിറ്റിൻ്റെ ആശയവും ടീച്ചർ ആദ്യം ഒന്ന് പറഞ്ഞത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പോയട്രിയാണ് ടു മൈ മദർ. നമുക്ക് അമ്മയോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഒരു ദിവസമെങ്കിലും നമ്മുടെ അമ്മയുടെ സഹായം ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഏതൊക്കെ കാര്യത്തിലാണ് നമ്മുടെ അമ്മ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കാര്യത്തിൽ അല്ലേ. കാലത്ത് എഴുന്നേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ അത് നമ്മളെ കഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വൃത്തിയുള്ള വസ്ത്രം നമ്മൾ ധരിക്കാൻ കാരണം അമ്മയാണ്, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ കാരണം അമ്മയാണ്. നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ സ്കൂളിൽ അയക്കുന്നു, ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യുന്നു ഇല്ലേ. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അമ്മ ചെയ്യുന്നത്. അച്ഛന് റോൾ ഇല്ലാന്നല്ല ടീച്ചർ ഉദ്ദേശിച്ചത്. എന്നാൽ അമ്മയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അല്ലേ. അപ്പോൾ മക്കള് ഒരു വീട്ടിലെ പണികൾ മാത്രമല്ല, മക്കളെ നോക്കലും അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യുന്നതും, അങ്ങനെ ഒരുപാട് ജോലികളുടെ ഒരു എന്താ പറയുക കൂമ്പാരമാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊന്ന് കുറച്ചു നേരം നിങ്ങളുടെ അമ്മയെ ഒരു ദിവസം കാലത്ത് എപ്പോൾ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്തു തീർക്കുന്നു എന്ന് നിങ്ങളൊന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് നോക്കി നോക്കൂ. നിങ്ങളുടെ അമ്മ വെറുതെ ഇരിക്കുന്നത് എത്ര നേരമാണെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഇങ്ങനെയൊക്കെ ടീച്ചർ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അമ്മയെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഡു യു വാണ്ട് ടു റൈറ്റ് എ സ്മോൾ പാരഗ്രാഫ് അബൌട്ട് യുവർ മദർ? ഹൗ ഈസ് ഷീ ലുക്ക് ലൈക്ക്? ഈസ് ഷീ വെരി ലവിങ്, ജെന്റിൽ? ഈസ് ഷീ വെരി കെയറിങ്? ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഷീ വിൽ ഡു ഫോർ യു? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം? വിൽ ഷീ കുക്ക് ഗുഡ് ഫുഡ് ഫോർ യു? വാട്ട് അബൌട്ട് യുവർ ക്ലോത്ത്സ്? വിൽ ഷീ ഹെൽപ്പ് യു ടു സോൾവ് ദ പ്രോബ്ലംസ്? അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് യു ഹാവ് ടു റൈറ്റ് എ സ്മോൾ പാരഗ്രാഫ് അബൌട്ട് യുവർ മദർ. യു ക്യാൻ സേ മൈ മദർ ഈസ് വെരി പ്രെറ്റി.
ഭയങ്കര സുന്ദരിയാണ്. ഷീ ഈസ് വെരി ലവിങ് ആൻഡ് വെരി കെയറിങ്. ഷീ ഈസ് വെരി കറേജിയസ്. ഒരു ധീര വനിതയാണെങ്കിൽ നമുക്ക് പറയാം ഷീ ഈസ് വെരി കറേജിയസ്, അല്ലേ? ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ഒരു 5 സെന്റൻസുകൾ നിങ്ങൾ എല്ലാവരും ഈ പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടാകും. അതിന് ടീച്ചേഴ്സ് വേർഷൻ ഒന്നും തരില്ല കേട്ടോ, കാരണം എല്ലാവരുടെ അമ്മയെ കുറിച്ചും ടീച്ചർക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ട് യു ഹാവ് ടു റൈറ്റ് അബൌട്ട് യുവർ ഓൺ മദർ. അഗ്രീഡ്? ഓക്കെ. I like to be loved and loved by all. Coleridge. കോളറിഡ്ജ് പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ് കോളറിഡ്ജ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഐ ലൈക്ക് ടു ബി ലവ്ഡ്. എന്നെ സ്നേഹിക്കാനും ഞാൻ സ്നേഹിക്കപ്പെടാനും, എനിക്ക് സ്നേഹിക്കാനും ഇഷ്ടമാണ്, സ്നേഹിക്കപ്പെടാനും ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. വി ഓൾ ആർ സോഷ്യൽ ബീങ്സ്. നമ്മളെല്ലാവരും സമൂഹ ജീവികളാണ്. ടുഗെദർ വി ഹാവ് ടു സ്ട്രെങ്തൻ അവർ സൊസൈറ്റി. നമ്മൾ ഒന്ന് ചേർന്ന് നിന്നാലാണ് നമ്മുടെ സമൂഹത്തെ നമുക്ക് ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. മ്യൂച്വൽ ലവ് ഈസ് എ ഫോഴ്സ് ദാറ്റ് ബൈൻഡ് us. പരസ്പര സ്നേഹമാണ് നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ബട്ട് ഡു വി റിയലി അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ട്രൂ ലവ്? യഥാർത്ഥ സ്നേഹത്തിന്റെ വില നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? Where does a child learn the first lesson of love? ഒരു കുട്ടി സ്നേഹത്തിന്റെ ആദ്യ പാഠം പഠിക്കുന്നത് ആരിൽ നിന്നാണ്? ഓഫ് കോഴ്സ് ഫ്രം ഇറ്റ്സ് മദർ. അവൻ ആദ്യമായി സ്നേഹത്തോടെ നോക്കുന്നതും സ്നേഹത്തോടു കൂടി പരിചരിക്കുന്നതും, അല്ലെ, ഇതൊക്കെ അമ്മയാണ്. അപ്പൊ സ്നേഹം എന്താണെന്ന് കുട്ടി ആദ്യം പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ്, അല്ലെ? ഡോണ്ട് യു ലവ് യുവർ മദർ? നിനക്ക് നിങ്ങളുടെ അമ്മയെ ഇഷ്ടമല്ലേ? വൈ? എന്തുകൊണ്ടാണ് ഇഷ്ടം? അതാണ് ടീച്ചർ ഒരു പാരഗ്രാഫ് എഴുതാൻ നിങ്ങളോട് പറഞ്ഞത്. ഹിയർ ഈസ് എ പോം, എൻജോയ് റീഡിങ് ഇറ്റ്. നമുക്ക് ടു മൈ മദർ എന്ന് പറഞ്ഞ പോയിട്രി നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? So this short poetry is written by Christina Rossetti. Christina Rossetti is best known for her ballads and religious poems. To My Mother is Rossetti's first poem written when she was 11 years old. Christina Rossetti വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അവരുടെ ആദ്യത്തെ പോയമാണ് ടു മൈ മദർ. അവർക്ക് 11 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ പോയിട്രി എഴുതിയിട്ടുള്ളത്. നമുക്ക് വായിക്കാം. To my mother. Today is your natal day, sweet flowers I bring. Mother, accept I pray my offerings. And may you happy live and long us bless, receiving as you give great happiness. What do you understand by read these lines? Today is your natal day. Natal day means birthday. അപ്പോൾ കുട്ടി അമ്മയോട് പറയാണ്, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. സ്വീറ്റ് ഫ്ലവേഴ്സ് ഐ ബ്രിങ്. ഞാൻ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? നല്ല പൂക്കളാണ് ഞാൻ അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മദർ, അക്സെപ്റ്റ്. അമ്മേ, ഇത് സ്വീകരിച്ചാൽ. ഐ പ്രേ മൈ ഓഫറിങ്സ്. ഇത് മാത്രമല്ല, ഞാൻ അമ്മയുടെ സന്തോഷത്തിനും ദീർഘായുസിനും ഒക്കെ വേണ്ടി ഞാൻ ഈശ്വരനോടും പ്രാർത്ഥിക്കുന്നുണ്ട്. ആൻഡ് മേ യു ഹാപ്പി ലിവ്. എന്താണ് കുട്ടി പ്രാർത്ഥിക്കുന്നത്? ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ അമ്മ എങ്ങനെ ജീവിക്കണം? സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണം, അല്ലേ? ആൻഡ് ലോങ്സ് ബ്ലെസ്. ഞങ്ങളെയൊക്കെ സ്നേഹിച്ചും അനുഗ്രഹിച്ചും കൊണ്ട് അമ്മ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണം. റിസീവിങ് ആസ് യു ഗിവ് ഗ്രേറ്റ് ഹാപ്പിനെസ്. അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുത്തും ആൻഡ് റിസീവിങ്, അമ്മയുടെ സ്നേഹവും അല്ലെങ്കിൽ ആ ബ്ലെസ്സിങ്ങും ഒക്കെ സ്വീകരിച്ചുകൊണ്ടും ഒരുപാട് കാലം ജീവിക്കണം എന്നാണ് ഈ കുട്ടി പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അമ്മയുടെ ബർത്ത്ഡേ നിങ്ങൾ ഓർക്കാറുണ്ടോ? ചെറിയൊരു പൂവെങ്കിലും അമ്മയ്ക്ക് നിങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കാറുണ്ടോ? നിങ്ങളിൽ നിന്ന് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും അമ്മമാരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് വിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു പൂവ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയെ നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയൊക്കെയാണ് മക്കളിൽ നിന്നും അമ്മമാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയം അതിന് വലിയ ഒരു ഉദാഹരണമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്മയുടെ പിറന്നാളിന് ആശംസകളുമായി എത്തിയ കുട്ടിയുടെ ചെറിയൊരു സംഭാഷണമാണ് നമ്മൾ ഈ പോയട്രിയിലൂടെ പഠിച്ചത്. അപ്പോൾ അമ്മയുടെ പിറന്നാളാണ്, ഞാൻ സ്വീറ്റ് ഫ്ലവേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നു, അമ്മ ഇത് സ്വീകരിക്കണം. അത് മാത്രമല്ല, അമ്മയുടെ ദീർഘായുസിനും അല്ലെങ്കിൽ സന്തോഷത്തിനും വേണ്ടി കുട്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡ് അമ്മ എങ്ങനെ ജീവിക്കണം? ഹാപ്പി ആയിട്ട് ജീവിക്കണം. ആൻഡ് ലോങ്സ് ബ്ലെസ്, ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് അമ്മ ജീവിക്കണം. റിസീവിങ് ആസ് യു ഗിവ് ഗ്രേറ്റ് ഹാപ്പിനെസ്. സന്തോഷം കൊടുത്തും സ്വീകരിച്ചും ഒരുപാട് സന്തോഷത്തോടു കൂടി അമ്മ ജീവിക്കണമെന്നാണ് ഈ കുട്ടി ആഗ്രഹിക്കുന്നത്. Hope you understood this small little poem. There are some questions just under to it. Did you enjoy reading these lines? Why?
നിങ്ങൾക്ക് ഈ വരികൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എന്തുകൊണ്ടാണ്? ദിസ് ഇസ് എ പോയം, എ ഷോർട്ട് പോയം അബൌട്ട് മദർ. വി ഓൾ ലവ് അവർ മദേഴ്സ്, ഡസന്റ് ഇറ്റ്? നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മമാരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പോയം ഇഷ്ടപ്പെട്ടത്. What is the child's offering to the mother? എന്താണ് കുട്ടി അമ്മയ്ക്ക് ഓഫർ ചെയ്യുന്നത്? സ്വീറ്റ് ഫ്ലവേഴ്സ് ആൻഡ് പ്രേയേഴ്സ് അല്ലേ? ശരി. What does a child get from mother? അമ്മയിൽ നിന്നും കുട്ടിക്ക് എന്താണ് കിട്ടുന്നത്? അമ്മയിൽ നിന്ന് കിട്ടുന്നത് ലവ്, ഹാപ്പിനെസ് ആൻഡ് ബ്ലെസ്സിങ്. ഇതൊക്കെയാണ് അമ്മയിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അതിൽ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി നമുക്ക് പറയാം. ദ സെയിം, അതാണ് ടീച്ചർ ആദ്യം തന്നൊരു ആക്ടിവിറ്റി. ആക്ടിവിറ്റി നമ്പർ 1 ആണ് ടീച്ചർ ആദ്യം തന്നെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് യുവർ ഓൺ മദർ. അതാണ് ആക്ടിവിറ്റി നമ്പർ 1. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 2യിലേക്ക് പോവാം. ഹിയർ ആർ ഫ്യൂ ഗ്രീറ്റിംഗ് കാർഡ്സ്. ഹാവ് എ ലുക്ക് അറ്റ് ദം. നിങ്ങൾ അതിലേക്കൊന്ന് നോക്കാം. അവിടെ കുറേ ഗ്രീറ്റിംഗ് കാർഡ്സ് കണ്ടിട്ടുണ്ടോ ഇല്ലേ? അപ്പോൾ സാധാരണ ടീച്ചർ ഈ ആക്ടിവിറ്റി പറയുമ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിച്ച് ടീച്ചർ അത് വാങ്ങിച്ചു വയ്ക്കാറുണ്ട്. അടുത്ത കൊല്ലം അങ്ങനെ കാണിക്കാറുണ്ട്. ടീച്ചർക്ക് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ടീച്ചറുടെ കയ്യിൽ എത്രത്തോളം കാർഡുകൾ കളക്ട് ചെയ്തത്, മുമ്പത്തെ കൊല്ലത്തെ കുട്ടികളുടെയൊക്കെ കളക്ട് ചെയ്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അതുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും കൂടി എടുത്ത് ടീച്ചർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയും കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, യൂട്യൂബ് നോക്കിയാൽ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കി നല്ല ഒരു ഗ്രീറ്റിംഗ് കാർഡ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരാൻ നിങ്ങൾ മറക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ് നമ്മുടെ എക്സാമിനേഷന്. പ്രിപ്പയർ എ ഗ്രീറ്റിംഗ് കാർഡ് ഫോർ യുവർ മദർ അല്ലെങ്കിൽ ഫോർ യുവർ ടീച്ചർ. ഏതെങ്കിലും ഒരു ഒക്കേഷന് വേണ്ടി ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്? അതിനാദ്യം ഒരു ഔട്ട്ലൈൻ വേണം അല്ലേ? പിന്നെയോ അതിനൊരു ഹെഡിങ് വേണം അല്ലേ? ഹാപ്പി മദേഴ്സ് ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ന്യൂ ഇയർ. എന്താണ്, എന്തിനെ കുറിച്ചാണോ കാർഡ് അതിനെക്കുറിച്ചുള്ള ഒരു ടൈറ്റിൽ നമുക്ക് വേണം അല്ലേ? പിന്നെ ഒരു കാർഡിനെ ഏറ്റവും മനോഹരമാക്കുന്ന അതിൽ അറ്റാച്ച് ചെയ്യുന്ന പിക്ചേഴ്സ് ആണ് അല്ലേ? അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹാപ്പി മദേഴ്സ് ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ വരയ്ക്കാം. അല്ലെങ്കിൽ മദേഴ്സ് ഡേക്ക് നിങ്ങൾക്ക് ഒരു ബൊക്കെ, അതായത് കുറച്ച് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു പിക്ചറാണ് വരയ്ക്കേണ്ടത്. കളേഴ്സ് കൊടുക്കാം, ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ഔട്ട്ലൈൻസ് ഒക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി വേണം, ഒരു മെസ്സേജും കൂടി വേണം, ഒരു സന്ദേശം അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ എന്തൊക്കെയാണുള്ളത്. ഇവിടെ ഒരു മെസ്സേജ് ഇവിടെ തന്നിരിക്കുന്നു. ആദ്യത്തെ ബോക്സിൽ, ഇഫ് യു വാണ്ട് സ്വീറ്റ് ഡ്രീംസ് യു ഹാവ് ഗോട്ട് ടു ലിവ് എ സ്വീറ്റ് ലൈഫ്. നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ വേണമെങ്കിൽ നല്ല ജീവിതം ജീവിച്ചിട്ടുണ്ടായിരിക്കണം. അതൊരു മെസ്സേജാണ്. ഇവിടെ തൊട്ടപ്പുറത്ത് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ഒരു മെസ്സേജ് ഉണ്ട് അല്ലേ? ഫ്രണ്ട്സ് ആർ ലൈക്ക് ഫ്ലവേഴ്സ്, ദേ ഗിവ് പ്ലഷർ ജസ്റ്റ് ബൈ ബി. അപ്പോൾ ഫ്രണ്ട്സിനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ കാർഡാണ്. ദ ബെസ്റ്റ് ഡാഡ്, ഫാദേഴ്സ് ഡേക്ക് കൊടുക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ, വിഷ് യു ഓൾ ദ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് ഓൺ യുവർ ബർത്ത്ഡേ ആൻഡ് ഓൾവേസ്. അവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നതാണ് ടൈറ്റിൽ. അവിടെ പിക്ചറുകളും കളറും കൊടുത്തിരിക്കുന്നു, ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് മുകളിലാണ് എഴുതിയിട്ടുള്ളത്. സാധാരണ മെസ്സേജ് നമ്മൾ താഴെയാണ് എഴുതാം. നിങ്ങൾ എഴുതുമ്പോൾ ഭംഗിയുള്ളൊരു ഔട്ട്ലൈൻ, ഒരു വിഷ്, പിക്ചറ്, മെസ്സേജ്. ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊരു എന്താ പറയുക, ഗ്രീറ്റിംഗ് കാർഡ് ഒരു മദേഴ്സ് ഡേ ആണെങ്കിൽ എന്തൊക്കെ എഴുതാം? യു ആർ ദ ബ്ലെസ്സിങ് ദാറ്റ് ഐ റിസീവ്ഡ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും കിട്ടിയ ഒരു അനുഗ്രഹമാണ് അമ്മ എന്നൊക്കെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ യു ആർ ദ പ്രഷ്യസ് സ്റ്റോൺ ഇൻ മൈ ലൈഫ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഐ ലവ് യു മൈ ഡിയർ മദർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അത്തരത്തിലുള്ള മെസ്സേജുകൾ കൂടി അറ്റാച്ച് ചെയ്താലേ മാർക്ക് മുഴുവനായിട്ടും കിട്ടുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ താഴെ മദേഴ്സ് ഡേക്ക് കാർഡ് ഉണ്ടാക്കാൻ പറയുന്നു. ഒപ്പം മദറിൻ്റെ പോലെ തന്നെ സെക്കൻഡ് മദർ ഓഫ് യുവർ ലൈഫ്. അതാരാണ്? അമ്മ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് മദർ എന്ന് പറയുന്നത് യുവർ ടീച്ചർ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലേ? നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. ഇപ്പം നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ടാണ് നമ്മൾ അധികം റിലേഷൻ ഇല്ലാത്തത്. ക്ലാസ്സിലായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് നോക്കുക അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് ടീച്ചറോട് സ്നേഹമില്ലേ? ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നാലും സ്നേഹമുള്ള കുട്ടികളെല്ലാവരും ഒരു ടീച്ചേഴ്സ് ഡേ കാർഡ് നിങ്ങൾ ഉണ്ടാക്കി സെപ്റ്റംബർ 5 ആണ് ശരിക്കും കൊടുക്കേണ്ടത്.
ചില കുട്ടികളൊക്കെ ആ കറക്റ്റ് ഡേക്ക് ടീച്ചർ ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സിന് അയച്ച കുട്ടികളുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ടീച്ചേഴ്സിനെയും സ്നേഹിക്കുന്ന കുട്ടികൾ ആ ഒരു ദിവസം അല്ലേ ടീച്ചറിനെ വിഷ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്ന മിടുക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് കമ്പൽസറി ആയിട്ട് തന്നെ ടീച്ചർ പറയണം. ഒരു ടീച്ചേഴ്സ് ഡേ കാർഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാം. അതല്ല ക്ലാസ് ടീച്ചർക്ക് എന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പം അഥവാ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല, എനിക്ക് സയൻസ് എടുക്കുന്ന ടീച്ചറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആവാം, ആ ടീച്ചർക്ക് ഒരു കാർഡ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചാൽ ആ ടീച്ചർക്ക് ക്ലാസ് ടീച്ചർ വഴി പൊക്കോളും. അപ്പോൾ ആ ടീച്ചറുടെ മെസ്സേജ് നിങ്ങൾക്ക് എത്താം, അല്ലെങ്കിൽ ആ ടീച്ചറുടെ നമ്പർ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർക്ക്, അത് നിങ്ങളുടെ LKG ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ആവാം, നിങ്ങൾക്ക് നമ്പറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങളൊരു കാർഡ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയക്കണം. Hope you will do these activities. We can meet in the next class. Thank you.